ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്കൊരു വാഴക്കൂമ്പ് വെച്ചിട്ട് ചെറിയൊരു തോരൻ ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചെറിയൊരു സൈഡ് വെജിറ്റബിൾ കറിയായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഇത്തിരി വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് ചതച്ചതും കറിവേപ്പിലയും കൂടി നമുക്ക് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം പാനിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിക്കാം. ഒന്ന് മൂടി വയ്ക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ എല്ലാം തെറിക്കും. റെഡി. കടുക് പൊട്ടിച്ചതിന് ശേഷം ചതച്ച് വെച്ചേക്കണം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത്തിരി അങ്ങ് വഴന്ന് വന്നതിന് ശേഷം മാത്രം നമുക്ക് പൊടിയിട്ടാൽ മതി. ഇച്ചിരി വഴന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അരിഞ്ഞ് ഉപ്പിട്ട വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ കറ മാറി വാരി വെച്ചേക്കണം വാഴക്കൂമ്പ് നമുക്കിതിലോട്ട് ഇട്ടു. നല്ല ഫൈബർ റിച്ചാണ് വാഴക്കൂമ്പ് തോരൻ. അപ്പോൾ നമുക്ക് ഇനി അത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് മസാല എല്ലായിടത്തും എത്തണ രീതിയിൽ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത്തിരി നേരം ഒന്ന് മൂടി വയ്ക്കാം. വാഴക്കൂമ്പ് കഴുകിയ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. വേറെ വെള്ളം ആഡ് ചെയ്യാനൊന്നും വേണ്ട. ഈ ഇത്തിരി വെള്ളത്തിൽ തന്നെ വേവാവുന്ന ഒരു വേവ് മാത്രമേ വാഴക്കൂമ്പിനുള്ളൂ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് വേവട്ടെ. ഇവിടെ ഇടയ്ക്ക് ചെമ്മീൻ ഇട്ടിട്ടാണ് ഇത് വെക്കാറ്. ഇപ്പോൾ ചെമ്മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെറിയൊരു വാഴക്കൂമ്പ് തോരൻ മാത്രമായിട്ട് ഉണ്ടാക്കുകയാണ്. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. ആദ്യം വേവായിട്ടുണ്ട്. ഇത്തിരി കൂടി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുമേ. സാധാരണ ഒരു തോരനാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വെറൈറ്റി ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇന്നത്തെ ലഞ്ചിനുള്ളതാണ്. അപ്പം ഞാൻ കരുതി അതൊന്ന് വീഡിയോ ആക്കിയേക്കാം എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. ഒരു ഇത്തിരിക്കോളം തേങ്ങയും കൂടി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇത്തിരി നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് വെന്തിട്ടുണ്ടാകുന്നൊന്ന് നോക്കണം. നമുക്ക് ഒന്ന് നോക്കട്ടെ. വെന്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചിന് കൊടുക്കാനായിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ റെഡി. എല്ലാവരും ട്രൈ